ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞങ്ങൾ വെസ്റ്റ് ബംഗാളിലെ ന്യൂ ടൗണിൽ സ്ഥിതി ചെയ്യുന്ന വിശ്വബംഗ്ല ഗേറ്റിലേക്കാണ് പോകുന്നത്. നമ്മൾ ടാക്സി പിടിച്ചു വിശ്വബംഗ്ല ഗേറ്റിലേക്ക് പോവുകയാണ്. യാത്രക്കിടയിൽ വഴിയോരങ്ങളിലെ ദൃശ്യങ്ങൾ പകർത്താൻ വേണ്ടി ഞാൻ ശ്രമിച്ചു. അങ്ങനെ കളർഫുള്ളായ ITC റോയൽ ബംഗാൾ എന്ന മനോഹരമായ കെട്ടിടം എനിക്ക് കാണാൻ സാധിച്ചു. ഇതിനെ കാണുമ്പോൾ തന്നെ ഇതിൻ്റെ ദൃശ്യഭംഗി നമുക്കറിയാൻ പറ്റും. അങ്ങനെ ഓരോ കാഴ്ചകൾ ഒപ്പിയെടുത്ത് ഞങ്ങൾ വിശ്വബംഗ്ല ഗേറ്റിലേക്കുള്ള യാത്ര തുടർന്നു. ടാക്സിയുടെ ഗ്ലാസിൻ്റെ ഇടയിൽ കൂടെ തന്നെ വളരെ ദൂരത്തു നിന്ന് തന്നെ വിശ്വബംഗ്ല ഗേറ്റിൻ്റെ ആ ദൃശ്യം ഞാൻ പകർത്തിയെടുക്കാൻ ശ്രമിച്ചു. അങ്ങനെ ഒരു ടണലിൻ്റെ അടിയിൽ കൂടെ നമ്മൾ വിശ്വബംഗ്ല ഗേറ്റിലേക്ക് പോവുകയാണ്. ഫസ്റ്റ് ടൈം പോകുന്നതുകൊണ്ട് തന്നെ രണ്ടുപേരും എക്സൈറ്റഡ് ആണ്. വിശ്വബംഗ്ല ഗേറ്റ് ഇത് കൊൽക്കത്ത ഗേറ്റ് എന്നും അറിയപ്പെടുന്നു. 2019 ഇത് ഉദ്ഘാടനം ചെയ്തത്. കമാന മാതൃകയിലുള്ള ഈ കെട്ടിടം 55 മീറ്റർ ഉയരത്തിൽ ന്യൂ ടൗൺ നർക്കൽ ബഗാനിലെ പ്രധാന പാതയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഇവിടെ ഹാങ്ങിങ് രീതിയിലുള്ള ഒരു റെസ്റ്റോറൻറ്റും വ്യൂ ഗാലറിയും ഉണ്ട്. ഇങ്ങനൊരു വ്യൂ കാണാം. ഇത് ടിക്കറ്റ് കൗണ്ടറിൽ നമ്മൾ ആദ്യം എൻട്രി ചെയ്യണം. എൻട്രി ചെയ്തതിനു ശേഷം ഇങ്ങനൊരു സ്ലിപ്പ് കട്ട് ചെയ്ത് തരും. അതിനുശേഷം നമ്മൾ ഹോട്ടലിലേക്ക് നടന്ന് നീങ്ങുകയാണ്. ഹോട്ടൽ മീൻസ് ഹാങ്ങിങ് ഗാലറിയാണിത്. ഇവിടെ ഉള്ളിൽ റെസ്റ്റോറൻറ്റും ഉണ്ട്. അങ്ങനെ ഞങ്ങൾ റോഡിൽ കൂടെ നടന്ന് മുന്നോട്ട് നീങ്ങുകയാണ്. ഇന്ത്യയിലെ തന്നെ ആദ്യ ഹാങ്ങിങ് റെസ്റ്റോറൻറ്റ് ഇതാണ് കേട്ടോ. ഇതാ നമുക്ക് മുന്നിൽ എൻട്രി പോയിൻ്റ് കാണാൻ പറ്റും. ഇതാണ് എൻട്രി പോയിൻറ്റിലൂടെ നമ്മളിങ്ങനെ നടന്ന് നീങ്ങി. ഇവിടെ ലിഫ്റ്റ് സൗകര്യമുണ്ട്. അങ്ങനെ ഞങ്ങൾ ലിഫ്റ്റിലോട്ട് കയറാൻ പോവുകയാണ്. ഏകദേശം 3rd ഫ്ലോറിൻ്റെ അത്രയും ഉയരമുണ്ട് ഇതിന്. അതുകൊണ്ട് 3 എന്ന ബട്ടൺ ഞെക്കി ഞങ്ങൾ മുകളിലോട്ട് പോകുന്നു. മുകളിലേക്ക് പോകുമ്പോൾ തന്നെ താഴത്തെ മനോഹരമായ കാഴ്ച കാണാൻ പറ്റും. അങ്ങനെ ലിഫ്റ്റ് ഓപ്പണായി ഞങ്ങൾ ഹാങ്ങിങ് ഹോട്ടലിലേക്ക് ഇങ്ങനെ നടന്ന് നീങ്ങുകയാണ്. ഇതാ ഇവിടെ ഇങ്ങനെ റെസ്റ്റോറൻറ്റ് സൗകര്യം കാണാൻ പറ്റും. മുകളിലെത്തിയാൽ ഇതാ ന്യൂ ടൗണിൻ്റെ 360 വ്യൂ തന്നെ നമുക്ക് ഇവിടുന്ന് കാണാൻ സാധിക്കും. ഇങ്ങനെ റെസ്റ്റോറൻ്റ് അകത്ത് ഇങ്ങനെ ഒത്തിരി ഇങ്ങനെ പിക്ചറുകൾ സൈഡിൽ ചുവരിൽ ഇങ്ങനെ ഒട്ടിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ നമുക്ക് ഇരിക്കാനാണെങ്കിൽ സോഫ സീറ്ററുണ്ട്. ഹിഡ്കോൻ്റെ മേൽനോട്ടത്തിൽ വെക്ടർ ഡിസൈനാണ് ഈ അദ്ഭുത നിർമ്മിതി രൂപകൽപ്പന ചെയ്തത്. ഇത് ഞങ്ങൾക്ക് അത്ഭുതം തന്നെയാണ്. ഇങ്ങനെ മനോഹരമായ ഒത്തിരി കാഴ്ചകൾ ഇതിനകത്ത് കാണാനുണ്ട്. ഇതാ ഞങ്ങൾ ഇങ്ങനെ മൊത്തം ഒന്ന് 360 വ്യൂ ഒന്ന് കാണാൻ വേണ്ടി ഇങ്ങനെ നടന്ന് നീങ്ങി. നല്ല കാഴ്ചകളാണ്. അകത്തും പുറത്തും ഒക്കെ കാണാനുണ്ട്. കാഴ്ചകൾ ആസ്വദിച്ച ശേഷം ഡിന്നർ കഴിക്കാൻ നമ്മൾ ഒരുങ്ങി. ഡിന്നർ കഴിച്ച് നമ്മൾ മടങ്ങി. അതേപോലെ തന്നെ 3rd ഫ്ലോറിൽ നിന്ന് താഴോട്ടിറങ്ങുമ്പോഴും താഴോട്ടുള്ള കാഴ്ചകളൊക്കെ പകർത്താൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ട്. എല്ലാം നല്ലപോലെ കിട്ടിയിട്ടുണ്ട്. നല്ല മനോഹരമായ കാഴ്ചകളാണ് മൊത്തത്തിൽ കാണാനുള്ളത്. അങ്ങനെ ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങി വീണ്ടും നടന്ന് നീങ്ങിയാണ്. ഇതാ എക്സിറ്റിലേക്കുള്ള വഴിയാണിത്. ഹാങ്ങിങ് ഹോട്ടലിൻ്റെ മനോഹരമായ കാഴ്ചയും ഡിന്നറും കഴിച്ച് ടാറ്റ പറഞ്ഞ് ഞങ്ങൾ പുറത്തേക്ക് നടന്ന് നീങ്ങി. ഇത് ടിക്കറ്റ് കൗണ്ടറിൻ്റെ വെയിറ്റിംഗ് ഹാളിൽ ഇതിനെക്കുറിച്ച് എഴുതി വെച്ചിട്ടുണ്ട്. അത് ഞാൻ പകർത്തിയെടുത്തു. ഇവിടെ ഒരു ചുവർ പോസ്റ്ററാണ് ഉള്ളത്. മുകളിൽ റെസ്റ്റ് റൂം സൗകര്യം ഇല്ലാത്തതുകൊണ്ട് താഴെയാണ് ഇതിനുള്ള സൗകര്യമുള്ളത്. കൊൽക്കത്ത വരികയാണെങ്കിൽ നിങ്ങളും ഇവിടെ സന്ദർശിക്കാൻ ശ്രമിക്കുക. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നവരെ ബൈ.